നാട്ടിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയ ഒരു ഫീലായിരുന്നു. എല്ലാവരും മലയാളീസ്. ഒരു ഫ്രഷ്നെസ് എപ്പോഴും ഉണ്ടാകും ഈ പൊരി വെയിലത്ത് നടന്നാലും. എൻ്റെ ഈ ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾക്ക് കോമഡി ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. ഗൈസ്, നമ്മൾ സെക്കൻഡ് ഡേ ആണ്. രാവിലെ എഴുന്നേക്കാൻ വളരെ കഷ്ടപ്പെട്ടു, കാരണം ഇന്നലെ ഉറങ്ങിയ സമയം നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം വേറെ രീതിയിൽ എന്ന് വിചാരിച്ചു. ഇവിടെ നിയർ ബൈ റക്ക് മാൾ എന്ന് പറഞ്ഞിട്ടൊരു മാളുണ്ട്. അവിടെ ലുലു ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. നമ്മൾ റക്ക് മാളിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇത് 1.7 കിലോമീറ്റേഴ്സാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഇന്ന് വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണെന്ന് തോന്നുന്നു നമ്മൾ ഷാർജയിലേക്ക് പോകുന്നത്. ഷാർജയിലാണ് നമ്മുടെ എൻഗേജ്മെൻറ്റ് സെറിമണി നടക്കുന്നത്. എൻഗേജ്മെൻറ്റിന് പോകുന്നതിന് മുന്നേ പറ്റുന്നത്രയും സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഗോൾ. റക്മാളിലേക്ക് പോകാൻ വേണ്ടി എന്തായാലും മുഖമൊക്കെ കഴുകി ഒന്ന് സെറ്റാകാമെന്ന് വിചാരിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആക്കിക്കൂടെ എന്ന് വിചാരിച്ച വീഡിയോയ്ക്ക് എന്തായാലും നമുക്കതുകൂടി ഇൻകോപ്പറേറ്റ് ചെയ്യാമല്ലോ. ഇതെല്ലാം ഈ ഒരു ട്രിപ്പിൻ്റെ ഭാഗമല്ലേ. ഞാനിപ്പോൾ ഫേസ് വാഷ് ഇട്ട് മുഖമൊക്കെ കഴുകി ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫേസ് വൈപ്പ് ചെയ്ത് എടുക്കാൻ പോവാണ്. എൻ്റെ ഈ ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾക്ക് കോമഡി ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. എനിക്ക് തന്നെ കോമഡി ആയിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ ഇത് എടുക്കുമ്പോൾ. എനിക്ക് പറയാമല്ലോ, ഞാനും ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ടുണ്ട്. ഞാൻ വാസലിൻ്റെ നമ്മുടെ 5 രൂപയാണോ ഇതിന് 10 രൂപയാണോ? ഇതിന് 5 രൂപയാണ് കേട്ടോ. ഈ 5 രൂപയുടെ വാസലിൻ്റെ മോയ്സ്ചറൈസ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വാസലിൻ്റെ ആളാണ്. അതും എനിക്ക് വലിയ വലിയ സാധനങ്ങളൊന്നും വേണ്ട, ഈ ഒരു കുട്ടി സാധനം മതി. ഇത് പിടിച്ച് നിന്നോളൂ എല്ലായിടത്തും. ഇതിങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ബേസിക്കലി ഞാനിങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. എനിക്കിതൊക്കെയാണ് എൻ്റെ ഒരു ശീലം. ഇതൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് കൊണ്ടായിരിക്കുമല്ലോ നമ്മളിത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതിനു വേണ്ടിയുള്ള വീഡിയോസൊക്കെ കാണാൻ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ആ പരിപാടിക്കൊന്നും പോകുന്നില്ല. അക്വാലോജിക്കയുടെ സൺസ്ക്രീൻ, ഈ സാധനം ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇതും ഞാൻ ഒരു 5-6 ദിവസമായിട്ടുള്ള ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. എനിക്കിതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നല്ലതാണെന്ന് പറയുകയോ ചെയ്യില്ല. പക്ഷേ വൈറ്റ് കാസ്റ്റ് ഇല്ല, അത്രയും എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതും ഇങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ തൊട്ട് കൊടുത്തിട്ട് തേച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇങ്ങനെ തന്നെ ആയിരിക്കും എടുക്കേണ്ടതെന്ന്. തൊട്ട് എടുത്തിട്ട് തേച്ച് വെക്കുക, സുഖമാണ്. എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ല, ബിക്കോസ് എനിക്ക് സ്പെക്സ് ഇല്ലാതെ എൻ്റെ ക്യാമറ പോലും മര്യാദയ്ക്ക് കാണാൻ പറ്റാത്ത ആളാണ് ഞാൻ എന്നെ തന്നെയാണ് ആക്ച്വലി നോക്കുന്നത്. അപ്പം വൈറ്റ് കാസ്റ്റില്ല ഉണ്ടോ, ഞാൻ അത്യാവശ്യം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത്ര മതി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. ലിബാമാണ് അപ്ലൈ ചെയ്യുന്നത്. എനിക്കത് വിയേർഡാണ്, ഒരു ഫണ്ണി അല്ലെങ്കിൽ ഒരു എംബാരസ്ഡ് ആണ് ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ. ബിക്കോസ് ഇതിൻ്റെ രീതി അതല്ല എന്നൊക്കെ അപ്പോൾ ആൾക്കാർ പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഐ എം റിയലി സോറി, എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇടുന്നത്. ലിപ് ഷെയ്ഡ് ഇത് ഇത്രയും ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതുപോലൊരു ഷെയ്ഡാണ്. പക്ഷേ ഞാനിത് ഭയങ്കര ലൈറ്റായിട്ട് എൻ്റെ ലിപ്പിൻ്റെ സെയിം കളർ തന്നെ ആക്കും. ജസ്റ്റ് ഒരു ഇത് ഗ്ലോ അല്ല, ഇത് മാറ്റാണ്, ഇത് മാറ്റ് ഫിനിഷാണ്. പക്ഷേ ഒരു ഇട്ടെന്നൊരു ഫീല് ഒരുപാട് വരാൻ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തൊട്ട് കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ തൊട്ട് കൊടുത്തേം കുറച്ച് ഡാർക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈ കൊണ്ട് ജസ്റ്റ് സ്മൂത്ത് ചെയ്യും. ഞാൻ ഇത്രയാണ്, ഈ ഒരു കളറാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിപ് ബാം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് തൊട്ട് കൊടുക്കും. എനിക്കതിൻ്റെ പുറത്തുകൂടി ഒരു കിട്ടാനായിട്ട്. അപ്പം ഈ കയ്യിലുള്ളത് കുറച്ച്, അതായത് ലിപ്പിലുള്ളത് കുറച്ച് കയ്യിലോട്ടാവുകയും ചെയ്യും. അപ്പോൾ ഭയങ്കര നിൽക്കില്ല. എനിക്ക് ഇത്രയും നിന്നാൽ മതി, എനിക്ക് ഇത്രയും ഇഷ്ടമുള്ളൂ. ഇത്രയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഹെയർ സെറ്റ് ചെയ്യും. പിന്നെ ഐബ്രോ ഞാനൊന്നും എഴുതുന്നില്ല. ഇന്നലെ എഴുതിയത് തുടച്ച് കളയാൻ എനിക്ക്
ഭ്രാന്തെടുത്ത്, കാരണം ആ രാത്രി വന്നിട്ട് അത് തുടച്ച് കളയാതെ കിടന്നുറക്കാൻ പറ്റാത്തത് കൊണ്ട് ഭ്രാന്തെടുത്തായിരുന്നു. സോ ഇന്ന് ഞാൻ അതൊന്നും എഴുതുന്നില്ല. ചിലപ്പം ഇവൻറ്റിന് ഇടുമായിരിക്കും. പിന്നെ ഇപ്പം ഞാൻ എന്തായാലും ചെയ്യുന്നില്ല. സോ മുടി ഞാൻ ജസ്റ്റ് കോംബ് ചെയ്ത് എൻ്റെ നനഞ്ഞിരിക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ ഞാൻ ഫേസ് വാഷ് ചെയ്തപ്പോൾ നനഞ്ഞായിരുന്നു. മറ്റേ പ്ലാന്റ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. സോ അത് കാരണം കൊണ്ട് എനിക്ക് അത്യാവശ്യം ഹെയർ ഫോളൊക്കെ ഉണ്ട് കേട്ടോ. സോ ഇതാണ് എൻ്റെ റക്ക് മോളിലേക്ക് പോകാനുള്ള ലുക്ക് എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. ഈ ഒരു ഔട്ട്ഫിറ്റിന് ഈ ഒരു കളർ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു എങ്ങനെ കാണിക്കേണ്ടതെന്ന് അറിയില്ല. അതാ ഇത് പണ്ട് ഞാൻ ഗോൾഡിൻ്റെ ഇയറിങ് മാത്രം ഇട്ടുകൊണ്ടൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഇയറിങ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പിന്നെ എപ്പോഴും ഡ്രസ്സിനനുസരിച്ചൊക്കെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സോ ആ മുടിയൊന്നുകൂടി എന്താ ഒന്ന് പുഫാക്കി എന്തോ ഇന്ന് മുടിക്ക് ഒട്ടിക്കിടക്കാനാണ് ഇഷ്ടം. പിന്നെ മുടിക്ക് അങ്ങനെ കിടക്കാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ വെറുതെ ഉപദ്രവിക്കാനൊന്നും പോകാറില്ല. അങ്ങനെ കിടന്നോന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ആക്കിയിട്ട് പോകും. സോ ഞാൻ എൻ്റെ ലുക്ക് തന്നെ ഒന്ന് സ്പെക്സ് വെച്ചിട്ട് കാണട്ടെ. കാരണം സ്പെക്സ് ഇല്ലാതെ ഞാൻ പൂർണ്ണമാവില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നില്ല? ആകെപ്പാടെ ലിപ്പിൽ കുറച്ചൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടാവും. അതല്ലാതെ ഐ ഡോണ്ട് തിങ്ക് എന്തെങ്കിലും ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. ഈ ആണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ്. ഈ ഇയറിങ് എനിക്കിങ്ങനെ എൻ്റെ മുടി കാരണം കൊണ്ട് അത് കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നല്ല വെയിലാണ് ഗൈസ്. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ കുത്തുന്ന ചൂടോ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഭയങ്കരമായിട്ട് ഇവിടെ ഇല്ല. സോ നമുക്ക് വിയർക്കത്തില്ല ഇവിടെ. ഒരു ഫ്രഷ്നെസ് എപ്പോഴും ഉണ്ടാകും ഈ പൊരി വെയിലത്ത് നടന്നാലും. എന്തായാലും നമ്മൾ റക്ക് മാൾ ഉപേക്ഷിച്ച് ഇപ്പം ഇവിടെ നിയർ ബൈ ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടു, അവിടെ പോവാണ്. ബിക്കോസ് റക്ക് മാൾ 24 minutes വാക്കാണ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ ഹൈപ്പർ മാർക്കറ്റാണിത്. അതുപോലെയൊക്കെ തന്നെയുള്ളൂ. സാധാരണ ഹൈപ്പർ മാർക്കറ്റല്ല, സൂപ്പർ മാർക്കറ്റൊക്കെ പോലെ. പക്ഷേ അത്രയും വലിപ്പവും അത്രയും ഇതൊക്കെ തന്നെയുള്ളൂ. അതുപോലെ തന്നെ റാക്സൊക്കെ അടുക്കി വെച്ച്, നത്തിങ് ഫാൻസി. ഇത് ഗൾഫ് ഹൈപ്പർ മാർക്കറ്റാണ്. റാസൽ ഖൈമയിലുള്ള ഗൾഫ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി നമ്മുടെ ഹോട്ടലിലേക്ക് തന്നെ പോവുകയാണ്. നമ്മളിവിടെ നിന്ന് കുറേയേറെ സാധനങ്ങൾ വാങ്ങിച്ചു. ഇത് ഫണ്ണി തിങ് ഈസ്, എനിക്ക് അവിടെ പോയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയ ഒരു ഫീലായിരുന്നു. എല്ലാവരും മലയാളീസ്. ബില്ല് ചെയ്യാൻ എനിക്കിന്ന് കുട്ടി മുതൽ ബാക്കി എടുത്ത് തരാനായിട്ട് നിന്ന ചേട്ടൻ വരെ എല്ലാവരും മലയാളീസ്. എൻ്റെ നമുക്ക് ചോക്ലേറ്റ്സ് ഒക്കെ ഓഫറിലുള്ളതൊക്കെ കാണിച്ചു തന്നു. എനിക്കിഷ്ടമാണ് ടിഫ്നിയുടെ ബ്രേക്സ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? അധികം പേരൊക്കെ അതിനെ പ്രൊമോട്ട് ചെയ്യാറില്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ടിഫിനിയുടെ ബ്രേക്കിൻ്റെ ഒരു പാക്കറ്റും ഒക്കെ അസോർട്ടഡ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ വാങ്ങി. സോ നമ്മളിപ്പോൾ ജോസപ്പയുടെ, അതായത് എൻ്റെ അങ്കിളില്ലേ ജോസപ്പയുടെ കടയിലേക്ക് പോവാണ്. ജോസഫൊക്കെ ഇവിടെ ഒരു ഷോപ്പാണുള്ളത്, ടൈലറിങ് ഷോപ്പാണ്. സോ നമ്മളപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. സോ ഇതാണ് നമ്മുടെ ജോസപ്പയുടെ കട, ക്വാളിറ്റി ടൈലറിങ് മെറ്റീരിയൽസ്. സോ ഹന്നയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഹന്ന അവിടെ ഒരു പിങ്ക് പെട്ടിയിരിപ്പുണ്ട്. എൻ്റെ അനിയത്തി പിങ്കിൻ്റെ ആളാണ്. അവർക്കൊരു ബാർബി ഹൗസ് പോലെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്താൽ ഷീ വിൽ ബി ഹാപ്പി ആൻഡ് ലിവ് ദെയർ ഫോർ എവർ. സോ നമ്മൾ വന്ന ടൈം ഇവിടെ എന്തോ കടകളൊക്കെ അടയ്ക്കണമെന്ന് റൂളുള്ള ടൈമാണെന്ന് തോന്നുന്നു. സോ ഇവിടെ എല്ലാം ഒരു ഉച്ച സമയമാകുമ്പോൾ ക്ലോസ് ചെയ്തിട്ട് 4 മണിയാകുമ്പോഴേ തുറക്കുള്ളൂ. ഇത്രയും നല്ല ടൈമിങ് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല. കാരണം 4 മണിക്കാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടത്, നമ്മുടെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. ഇത് മാലകൾ, വളകൾ, സാധനങ്ങൾ, ഫാൻസി ഐറ്റംസ് നോക്കാനുള്ള പോക്കാണിത്. ഞാൻ ഇതേപോലെയുള്ള പ്രദേശങ്ങളൊക്കെ ഈ നെറ്റ്ഫ്ലിക്സിലുള്ള അറബിക് സീരീസിൽ കണ്ടിട്ടുള്ളതാണ്. ബട്ട് ഇറ്റ്സ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. നമ്മൾ വേറെ ഷോപ്പ് ഇച്ചിരി കൂടെ നല്ല എന്തെങ്കിലും പ്രൊഡക്റ്റ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോവാം. സോ നിങ്ങൾക്ക് നമ്മൾ മലയാളം കാണുമെന്നുണ്ടെങ്കിൽ കരിമ്പ് ജ്യൂസ് എന്ന് എഴുതിയിട്ടുണ്ട്. മലയാളിയാ?
എറണാകുളം. ആ ഇവിടെ വർക്ക് ചെയ്യല്ലേ, ഇവിടെ ഒരു വിസിറ്റിന് വന്നേരും 3 ദിവസത്തേക്ക്. ആ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിനു വേണ്ടി വന്നതാണ്. ഓക്കെ. മലപ്പുറമാണല്ലേ, സംസാരം കേട്ടപ്പോൾ തോന്നി. തേരാപാര ഈ ഒരു സെക്ഷൻ മുഴുവൻ നമ്മൾ നടന്നു. അല്ല, ക്ലോസ്ഡ് ആണ്. ഭയങ്കര ചൂടാണ് ഇവിടെ. നമ്മൾ തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. കാരണം നമ്മൾ ഉദ്ദേശിച്ച സംഭവങ്ങളൊന്നും നമുക്ക് അത്ര കിട്ടിയില്ല. ആസിഫ് ടെക്സ്റ്റൈൽസ് എന്ന് മലയാളത്തിൽ ഇത് എഴുതിയിരിക്കുന്നു. സോ നമ്മളിനി കാരക്കറി പോകാൻ പോവാണ്. സ്റ്റിൽ ഇത് ക്ലോസ്ഡ് ആണ്. സോ നമ്മളിപ്പോൾ റൂമിലേക്ക് തിരിച്ചെത്തി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്, ലഞ്ച് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് പിന്നെ റെഡി ആവണം. എൻഗേജ്മെൻറ്റിന് പോകാനായിട്ട് 4 മണിയാകുമ്പോൾ ബസ് വരും. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. ചിക്കൻ ഫ്രൈഡ് റൈസ് വിത്ത് വെജിറ്റബിൾ ബട്ടർ മസാല ചിക്കൻ, അതൊരു ബോൺലെസ് ചിക്കൻ്റെ എന്തോ ഒരു പ്രിപ്പറേഷനാണ്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ട്. സോ നമ്മളിപ്പോൾ എൻഗേജ്മെൻറ്റിന് വേണ്ടി പോവാണ്. വണ്ടി വന്ന് ഞങ്ങളിപ്പോൾ വണ്ടിയിൽ കയറി. ഭയങ്കര ഹറി ബറിയായിപ്പോയി. സോ ഗൈസ്, നമുക്കപ്പോൾ പോകുന്ന വഴി കാഴ്ചകളൊക്കെ കണ്ടുപോകാം. നമ്മൾ ഷാർജ വരെ പോകുന്നുണ്ട്. സോ വഴിയിൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടാവും. ഇതാണ് ജബൽജീസ് എന്ന് പറയുന്ന മലനിരകൾ. ഇതിൽ നമുക്ക് പോകാൻ പറ്റും. അതിൻ്റെ മണ്ടയ്ക്ക് വരെയൊക്കെ വണ്ടി പോകുന്ന സ്ഥലമാണ്. വണ്ടി ഇങ്ങനെ കീറി പോകുന്നതും നമുക്ക് നടക്കുകയൊക്കെ ചെയ്യും. അവിടെ പോയി ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ജബൽജീസ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ മുന്നേ അത് കണ്ട മലനിരകൾ. ഇത് ചാച്ചൻ, അമ്മമ്മ. താമസിച്ചു പോയി. ഇത് റോഷനിയാണ്, എൻ്റെ കസിൻ ബ്രദറാണ്. ആ കുട്ടി നമ്മളുടെ കസിനാണ്. പുള്ളിക്കാരി AR റഹ്മാൻ്റെ മ്യൂസിക് അക്കാഡമിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ എൻഗേജ്മെന്റ് ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ കുന്നുകുളം വില്ലേജിൽ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ പഴനി ഇടവകയിൽ ചീരം വീട്ടിൽ ശ്രീ ചീരൻ ബാബു വർഗീസിന്റെയും ശ്രീമതി വനജ ബാബുവിന്റെയും മകൾ ഡോക്ടർ ഷബ്നം ബാബു ചീരൻ വർഗീസും ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ താലൂക്കിൽ തിട്ടമേൽ ട്രിനിറ്റി മാർത്തോമ ചർച്ച് ഇടവക ആലുമൂട്ടിൽ വീട്ടിൽ ശ്രീ ജോർജ് കോശിയുടെയും ശ്രീമതി സലീന കോശിയുടെയും മകൻ അമിത് ജോർജ് കോശിയും തമ്മിലുള്ള വിശുദ്ധ വിവാഹം ദൈവഹിതമായ 2024 ഓഗസ്റ്റ് മാസം 19-ാം തീയതി രാവിലെ 11 മണിക്ക് ചെങ്ങന്നൂർ തിട്ടമേൽ ട്രിനിറ്റി മാർത്തോമ ഇടവകയിൽ വെച്ച് നടത്തുന്നതിന് ഇരു കുടുംബങ്ങൾ തമ്മിൽ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നു.
അനിക്കേട്ടാ ഹായ് ഷബ്നത്തിൻ്റെ മൂത്ത് സിസ്റ്ററുടെ ഹസ്ബൻഡാണ്. ഇപ്പോൾ വന്ന എല്ലാ ഗസ്റ്റിനും ഒരു നന്ദി പറയുന്നു. ദൈവം പുതിയ ആവാൻ പോകുന്ന കപ്പിൾസിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഡോക്ടർ ഷബ്ന ബാബുജിയുടെ സിസ്റ്ററാണ് പൂജ ബാബുജിയുടെ. എൻ്റെ അനിയത്തിയുടെ എൻഗേജ്മെൻ്റ് ആണ്. ഇങ്ങനത്തെ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ വല്ലാതെ ആഗ്രഹിച്ചൊരു ഇതാണ്. ഞങ്ങൾ തമ്മിൽ 8 years ഡിഫറൻസ് ആണ്. ദൈവം വലിയൊരു മിറാക്കിളും അനുഗ്രഹമാണ് ഞങ്ങളുടെ കുടുംബത്തിന് തന്നത്. ഞങ്ങളുടെ ലാസ്റ്റ് ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും ഇളയാളുടെ എൻഗേജ്മെൻ്റ് ആണ്. ഞങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. അമിതായാലും നിങ്ങളുടെ എൻ്റെ അനിയത്തി ഡോക്ടർ ശബ്ദമായാലും ഞങ്ങൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ് ഈ ഒരു എൻഗേജ്മെൻറ്റ്. നിങ്ങളെല്ലാവരും എല്ലാവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ ഇപ്പം എൻഗേജ്ഡ് ആയ ബ്രൈഡിനും ബ്രൈഡ് ഗ്രൂമിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ബ്ലെസ്സിങ്സ് വേണം. മോസ്കാണ് നല്ല ഭംഗിയിലേതായിട്ട് കാണാനായിട്ട്. ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമുണ്ട് കാണാൻ. റഫ് മാളിലേക്ക് കയറാൻ പോവാണ്.